ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ ഇനി ബിഗ് ബോസ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ 3 ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 3 അല്ലെന്നുണ്ടെങ്കിൽ 10-ാം തീയതിയാണ് തുടങ്ങുന്നത് എങ്കിൽ മോസ്റ്റ് പ്രോബബിളി ഈ ഒരു ഡേറ്റിൽ തന്നെയായിരിക്കും ബിഗ് ബോസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസ് എത്താൻ പോകുന്ന ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ ബിഗ് ബോസിലേക്ക് എത്തുന്ന താരങ്ങളുടെ പേരുകൾ, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കിടന്ന് കറങ്ങുന്ന കുറേ ആൾക്കാരുടെ പേരുകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞതും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കോൾ എത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ടിരിക്കുന്ന ലിസ്റ്റിൽ പെട്ടവരുമൊക്കെ ഉണ്ട്, അല്ലാത്തവരുമുണ്ട്. എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പറയൂ, ഇതിൽ ആരൊക്കെ വന്നാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവരൊന്നും ബിഗ് ബോസിലേക്ക് വരുവേ വേണ്ട, ഇവരുടെയൊക്കെ പേരുകളും ഉണ്ടാകും. അത് നിങ്ങൾ ആരുടെയൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ടൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം നമുക്ക് ലിസ്റ്റിലേക്ക് തന്നെ പോകാം. ആദ്യം തന്നെ ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലിയിൽ നിന്നും ഐശ്വര്യ റംസായി, അതുപോലെ ഉപ്പുമുളവും ഫാമിലിയിൽ നിന്നും ബിജു സോപാനം, ട്രാൻസ് വുമൺ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും നമ്മുടെ ജാസി അഷി, അതുപോലെ ആക്ട്രസ് കൂടിയായി ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലിയിൽ നിന്നും വരുന്ന അവന്തിക മോഹൻ, സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളിലൊക്കെ വന്നിട്ടുള്ള മസ്താനി, ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നോറ, ആക്ടിവിസ്റ്റും സോഷ്യൽ മീഡിയ താരവും LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള CT ബെർണാഡ്, യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ബബിത ബബി, അതുപോലെ TV സീരിയൽ ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹൻ. മുൻ സീസണുകളിലൊക്കെ ജിഷിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. അടുത്തത് സ്റ്റാർ മാജിക് ഫെയിമും ആക്ട്രസും അതുപോലെ TV ഷോസുകളിലും ഇപ്പം ഉദ്ഘാടനങ്ങളിലൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന അനുമോൾ. അടുത്തൊരു ട്രാൻസ് വുമണും സീരിയൽ ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള അമയ പ്രസാദ്. അടുത്തത് രേണു സുധി. ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഭയങ്കര കോൺട്രാവേഴ്സികളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രേണു സുധിയുടെ പേരാണ് ബിഗ് ബോസ് മലയാളത്തിലേക്ക് ഈ ഒരു തവണ ഈ ഒരു സീസണിൽ എത്തുമെന്നൊക്കെ കേൾക്കുന്നത്. അടുത്തത് ഓൺട്രപ്രണറും ആക്ടറൊക്കെ ആയിട്ടുള്ള അരുൺ നായർ. അടുത്തത് ഓൺലൈൻ മീഡിയയിലൊക്കെ ഇൻ്റർവ്യൂർ ആയിട്ടുള്ള അത്യാവശ്യം ട്രോളുകളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ബോൾ കമൻസുകളൊക്കെ പാസ് ചെയ്യുന്ന ശാരിക. മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള പരിചയവും ശാരികയ്ക്കുണ്ട്. എന്താണെങ്കിലും നോക്കാം ഈ ഒരു സീസണിലേക്ക് ശാരിക എത്തുമോ എന്ന്. അടുത്തത് ഈ ഒരു അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ എയറിലേക്ക് പോയ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാങ്കോളുമായി ബന്ധപ്പെട്ട് എയറിൽ കയറിയ RJ അഞ്ജലി, കണ്ടന്റ് ക്രിയേറ്ററും സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന RJ അഞ്ജലി ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്ന് നോക്കാം. അടുത്തത് ആക്ടറും സ്റ്റാർ മാജിക് ഫെയിമും ഒക്കെ ആയിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ. അടുത്തതൊരു ഓൺലൈൻ മീഡിയ ഇൻ്റർവ്യൂവറും അതുപോലെ മുൻ സീസണുകളിലൊക്കെ ബിഗ് ബോസിലേക്ക് കേട്ടിട്ടുള്ള ഒരു പേര് കൂടിയായിട്ടുള്ള രോഹൻ ലോണ. അടുത്തൊരു സിനി ആക്ടറാണ് അപ്പാനി ശരത്. അടുത്തത് ഇഷാനി, ആക്ട്രസും മോഡലും ഡാൻസറും ഒക്കെ ആയിട്ടുള്ള ഇഷാനിയുടെ പേരും ഈ ഒരു സീസണിലേക്ക് കേൾക്കുന്നുണ്ട്. അടുത്തൊരു സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷ്. ഇനി പറയാൻ പോകുന്നതും ഒരു സീനിയർ ആക്ടറായിട്ടുള്ള ആദിത്യൻ ജയൻ. ഇനി പറയുന്നത് മ്യൂസീഷ്യനും സിംഗറുമായിട്ടുള്ള അക്ബർ ഖാൻ. അപ്പം ഈ ഒരു കുറച്ച് പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പല ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും കിടന്ന് കറങ്ങുന്നത്. ബിഗ് ബോസിലേക്ക് എത്തുന്ന കണ്ടസ്റ്റൻസ് ഇവരൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങൾ പ്രേക്ഷകരൊന്ന് പറയൂ, ഇവരൊക്കെ എത്താൻ സാധ്യതയുണ്ടോ? എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഉടൻ തന്നെ ബിഗ് ബോസിലേക്ക് എത്തുന്ന കൺഫർമേഷൻ കിട്ടിയവരുടെയൊക്കെ ലിസ്റ്റുകളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.